Good afternoon, all. Good afternoon. Good afternoon, ma'am. ഒരു ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മിസ് ക്വാളിറ്റി മാനേജർ കീ റെസ്പോൺസിബിലിറ്റീസ് വരെ എടുക്ക. അതെടുത്ത് കഴിഞ്ഞില്ലേ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ? നോക്കിയോ? അവിടെ വരെ നോക്കിയോ എല്ലാവരും? ഇത്രത്തോളം വരെ എല്ലാവരും നോക്കിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? Clear ആണ്. ഓക്കെ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റലുകൾക്ക് എന്ത് കൊടുക്കുക? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതെന്തിനാണ് നോക്കിയേ? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അക്രോസ് ദി ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി. എന്താണ്? നമ്മുടെ രാജ്യത്തുടനീളമുള്ള അല്ലെ, നമ്മുടെ രാജ്യത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ്? പേഷ്യൻസിന്റെ എന്താണ് അവിടെ വരുന്ന രോഗികളുടെ കണ്ടെയ്ൻമെന്റ് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും പിന്നെ എന്താണ്? പേഷ്യൻസിന് ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡുള്ള അല്ലെ, നിലവാരമുള്ള എന്താണ്? ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രോസസ്, പ്രക്രിയയെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചു, അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയുള്ള സർവീസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്? ക്വാളിറ്റി ഉള്ളത് അല്ലേ, ഗുണനിലവാരമുള്ള എറർ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, സർവീസുകളല്ലേ ലഭിക്കുന്നത്? ആണോ? ഗുണനിലവാരമുള്ള സേവനങ്ങളല്ലേ ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നേ? അപ്പൊ അതെന്ത് ചെയ്യും? നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഗുണനിലവാരമുള്ള സർവീസ് ലഭ്യമായി കഴിഞ്ഞാല് പൊതുവെ നമ്മൾ അവിടെ പോകുന്ന പേഷ്യൻസിന് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അങ്ങനെ എന്താണ്? പേഷ്യൻസിന്റെ എന്താണ്? നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലുകളിൽ എന്താണ്? അവിടെ വരുന്ന രോഗികളുടെ കണ്ടെയ്ൻമെന്റ്, സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും എന്താണ്? അവിടെയുള്ള ഗുണനിലവാരം അല്ലെ, അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളുടെ, ട്രീറ്റ്മെന്റുകളുടെ, സേവനങ്ങളുടെയൊക്കെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രോസസ് ആണ്, പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്
organization structure of quality management department. Quality management department, quality structure, organization structure. അതിൽ ആരെല്ലാമാണ് വരുന്നത്, ഹെഡ് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് ആ ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ, ടോപ്പ് മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോപ്പ് മാനേജ്മെന്റ് ഹെഡ് ആരായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ആയിരിക്കും അതിന്റെ ഹെഡ് ആയിട്ട് വരുന്നത്. ഡയറക്ടറിന്റെ അണ്ടറിൽ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ 2 തരത്തിലുള്ള ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, ഫങ്ഷൻസ്, മെഡിക്കലും നോൺ മെഡിക്കലും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ ഉണ്ടോ? മെഡിക്കൽ ആയിട്ട് ബില്ലിങ് അല്ലെ, ഡയറ്ററി, ഹൗസ് കീപ്പിംഗ്, ഇൻഫെക്ഷൻ കൺട്രോള് അല്ലെ, അങ്ങനെയുള്ള 2 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ബില്ലിങ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ സൂപ്രണ്ടന്റ്, അത് ആൾക്ക് എന്താണ് ഡ്യൂട്ടി, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ അല്ലെ. ക്ലിയർ ആയത്? അവര് 2 പേരെയും അണ്ടറിൽ വരുന്നതാണ് ക്വാളിറ്റി മാനേജർ. ഈ 2 കാര്യങ്ങളിലും ഇപ്പൊ ബില്ലിങ്ങിലാണെങ്കിലും എന്താ പ്രിൻസി, ബില്ലിങ്ങിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ വർക്കുകളിലാണെങ്കിലും ഡയറ്ററിയിലാണെങ്കിലും ട്രീറ്റ്മെന്റുകളിലാണെങ്കിലും സർവീസുകളാണെങ്കിലും എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉറപ്പ് വരുത്തണം അല്ലേ വേണ്ടേ? അപ്പൊ 2 സെക്ഷനിലുമായിട്ട് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ആരൊക്കെ വരുന്നുണ്ട്, ക്വാളിറ്റി എക്സിക്യൂട്ടീവും റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള പ്രതിനിധികളെ, റെപ്രസെന്റേറ്റീവ്സ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ അണ്ടറിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, ക്വാളിറ്റി കോർഡിനേറ്ററിന്റെ അണ്ടറിൽ ക്വാളിറ്റി അസിസ്റ്റന്റ്. ഓക്കെ അല്ലെ? ഈ ഡയഗ്രാം ഒന്ന് നോക്കി വെക്കാട്ടോ. ഹെഡ് ഓഫ് ദി ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു പൊതു അംഗീകാരമാണ് അല്ലെ, ആണോ? ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്താണ്, ഒരു വിശ്വസ്തത അല്ലെ, ആണോ? വിശ്വസ്തത കിട്ടിയല്ലേ ചെയ്യുന്നത് ഹോസ്പിറ്റലില്. അല്ലെ, എന്താണ്, ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് അല്ലെ, സ്ഥാനം ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് അല്ലെ. എന്താണ്, അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, ഗുണനിലവാരമുള്ളത്, ബെറ്റർ ട്രീറ്റ്മെന്റുകളായിരിക്കും ലഭിക്കുന്നത് അല്ലെ. എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ. ക്വാളിറ്റി അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standards. ഒരു ഹോസ്പിറ്റലിലേക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടക്കൂല, ഒരു എക്സ്റ്റേണൽ ബാഹ്യ വിലയിരുത്തൽ നടത്തിയിട്ടല്ലേ അംഗീകാരം കൊടുക്കുന്നത്.
അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ബെറ്റർ ആണ് അല്ലെ? ICUലുള്ള പേഷ്യൻസിന് എത്രത്തോളം ട്രീറ്റ്മെന്റുകൾ ലഭിക്കുന്നുണ്ട്, ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ബാഹ്യ വിലയിരുത്തൽ, ഇപ്പൊ നമുക്ക് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാട്ട് ലൈക്ക് ഓഡിറ്റ് സർവീസ് പറഞ്ഞില്ലേ, കീ പെർഫോമൻസ് കണ്ടോ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് അതിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ബാഹ്യ വിലയിരുത്തൽ നടക്കും, ഇവാലുവേഷൻ നടക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇടുന്നത്? നിങ്ങൾ ഇവാലുവേഷൻ എക്സാം നടത്തി ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തിയിട്ടല്ലേ മാർക്ക് തരുന്നത്. അതേപോലെ എന്താണ്, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ ബാഹ്യ വിലയിരുത്തലിലൂടെയാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. അവരുടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഒരു ബാഹ്യ വിലയിരുത്തൽ നടത്തിയിട്ടാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? Accreditation is not compulsory. Accreditation compulsory അല്ല. ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ബെനിഫിറ്റ്സ് ആണ് അല്ലെ, ഗുണമല്ലേ? അപ്പൊ എന്താണ് അക്രഡിറ്റേഷൻ? ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്, നിർബന്ധമല്ല. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. എന്താണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എ ഓൺഗോയിങ് പ്രോസസ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ 2020 അക്രഡിറ്റേഷൻ കിട്ടി. ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ആ സ്റ്റാൻഡേർഡ്, ആ ക്വാളിറ്റി വെച്ചിട്ടാണ് ഓരോ വർഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷം കൂടും ഓഡിറ്റ് നടത്തും അല്ല. ആ ഇത് ഫെസിലിറ്റീസ്, അവിടെയുള്ള ആ എക്യുപ്മെന്റ്സുകള്, അവിടെയുള്ള സ്റ്റാഫ്, ആ സ്റ്റാഫുകളെ തന്നെ വെച്ചിട്ടാണോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അല്ല, എന്ത് ചെയ്യും, നവീകരിക്കും അല്ലെ. അവരെ ക്വാളിറ്റിയില്, ഫെസിലിറ്റീസില്, ട്രീറ്റ്മെന്റുകള് ഒക്കെ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യില്ലേ? എക്സ്ട്രാ ആയിട്ട് അവർ അഡീഷണൽ ആയിട്ട് സർവീസുകൾ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ്, ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു 5 or 6 വർഷം മുമ്പ് കിട്ടിയിരുന്ന ട്രീറ്റ്മെന്റുകൾ, ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇപ്പൊ ലഭ്യമാകുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്ന്. ആണോ? അല്ല അല്ലെ, ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ആയി എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്ത് വേണം, ഇത് മാറുന്നതിനനുസരിച്ച് ഇവര് ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കേണ്ട ഹോസ്പിറ്റലുകളിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ ന്യൂ ഫെസിലിറ്റീസ് അല്ലെ, ന്യൂ ട്രീറ്റ്മെന്റുകള്, ന്യൂ മെഡിസിനുകള്. അപ്പൊ എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ക്ലിയർ ആയത്? അക്രഡിറ്റേഷൻ പാരഗ്രാഫ്. അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഹോസ്പിറ്റലിനുണ്ട് അല്ലെ, ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ വേറെ ആർക്കുണ്ട്? നമുക്കുണ്ടോ? പേഷ്യൻസ് ആയ നമുക്കുണ്ടോ? ഉണ്ട്. പിന്നെ ആർക്കുണ്ട്? പേഷ്യൻസിന്, ഹോസ്പിറ്റലിന് മാത്രമുള്ളൂ? അവിടെ ഡോക്ടർ ആരാണ്? സ്റ്റാഫാണ് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ഈ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണെന്ന് നോക്കാം ആ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ കൊണ്ടുള്ള
ഗുണങ്ങൾ എന്തെല്ലാമാണ്? ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് അല്ലേ? ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കിട്ടിയാൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ലഭിക്കുന്നത് ആരാ? ബെനിഫിഷ്യറി ലഭിക്കുന്നത് ആരാ? പേഷ്യൻസിനല്ലേ? ആണോ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സേവനമായിരിക്കും അല്ലെ? ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ ഒക്കെ സേവനമല്ലേ നമുക്ക് ലഭ്യമാകുന്നത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല യോഗ്യരായിട്ടുള്ള അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനം ലഭിക്കുന്നു. കൂടാതെ ക്വാളിറ്റി സർവീസുകൾ ലഭിക്കുന്നു അല്ലെ? അപ്പൊ ഏറ്റവും വലിയ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്ക് വരുന്ന അസുഖത്ത് എന്താണ് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് അല്ലെ, കറക്റ്റ് ട്രീറ്റ്മെന്റ് ലഭിച്ച് പെട്ടെന്ന് തന്നെ മാറ്റാനായി സാധിക്കുന്നു. അപ്പൊ അവിടെ ആർക്കാ ഗുണം? ഏറ്റവും വലിയ ഗുണാർക്കാ? പേഷ്യൻസിന് അല്ലെ? പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യൻസിനാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അക്രഡിറ്റേഷൻ എന്തിനൊക്കെ കാരണമാകുന്നു? ഹൈ ക്വാളിറ്റി കെയർ അല്ലെ? ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭിക്കുമോ പേഷ്യൻസിന്? ഒരു ഹോസ്പിറ്റൽ അംഗീകാരം ലഭിച്ചാല് അപ്പൊ പേഷ്യൻസിന് ഉയർന്ന നിലവാരമുള്ള പരിചരണവും പേഷ്യൻസിന്റെ സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു അല്ലെ? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാല് പേഷ്യൻസിന് ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭിക്കാനും പേഷ്യൻസിന്റെ സേഫ്റ്റി, സുരക്ഷിതത്വത്തിനും കാരണമാകുന്നു. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ അവിടുത്തെ എല്ലാ പെർഫോമൻസും ബെറ്റർ ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു തെറ്റുകളും സംഭവിക്കില്ല അല്ലെ? അപ്പൊ നമുക്കത് എന്ത് ചെയ്യും? നമുക്കത് ഗുണമാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, പേഷ്യൻസ് ആർ സർവീസ്ഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. പേഷ്യൻസിന് സേവനം കൊടുക്കുന്നത് ആരാണ്? ക്രെഡൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ? യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകളായിട്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും? യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകളല്ല ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാലോ, എറർ വരാലോ. അപ്പൊ അതുകൊണ്ട് എന്താണ്? അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീമഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോ ആ പേഷ്യൻസിന് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? റൈറ്റ്സ് ഉണ്ടോ? നമുക്കുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്തെങ്കിലും അവകാശം ഉണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ട്. ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുക അല്ലെ? സേഫ്റ്റി അല്ലെ? സുരക്ഷിതത്വ, ബെറ്റർ ട്രീറ്റ്മെന്റ്, സർവീസ് ലഭ്യമാക്കുക അല്ലെ? ബെറ്റർ സേവനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളതൊക്കെ ആരുടെ റൈറ്റ് ആണ്? നമ്മുടെ അവകാശമല്ലേ? അപ്പൊ എന്താണ്? പേഷ്യൻസിന്റെ അവകാശങ്ങള് ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്രെഡൻഷ്യൽ എന്ന നല്ല അംഗീകാരമുള്ള സ്റ്റാഫുകളായിരിക്കും, യോഗ്യരായ സ്റ്റാഫുകളായിരിക്കും എന്താണ്? പേഷ്യൻസിനുള്ള പരിചരണം നൽകുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ. നെക്സ്റ്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വന്റ് ആയിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ? എടുത്തിട്ടുണ്ടോ നിങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക്? അതെന്ത് ചെയ്യാണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ രജിസ്റ്റർ അല്ലേ, അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ മാറ്റങ്ങൾ അല്ലെ, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനല്ലേ?
അവിടെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ അല്ലെ? ഏതെങ്കിലും ഏരിയയിൽ എന്താണ് കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതുണ്ടോ എന്ന് അറിയാനല്ലേ? അപ്പൊ എന്താണ് അതിനുവേണ്ടി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അവര് ഫ്രീക്വന്റ്ലി ആയിട്ട് വിലയിരുത്താറുണ്ട്. ക്ലിയർ ആയത്? ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. ഇത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് 4th മൊഡ്യൂളില്. അതിൽ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാം എന്താണ് പേഷ്യൻസിൽ നിന്ന് എന്താണ് അവര് ആ ഹോസ്പിറ്റലിനെ എങ്ങനെ വിലയിരുത്തി എന്ന് അറിയുന്നതിന് വേണ്ടി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നു. ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻസിന് എന്തൊക്കെ ഗുണങ്ങൾ ആ ഹോസ്പിറ്റലിന് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? Accreditation to healthcare organization invigorates continuous improvement. Accreditation ഒരു ഹോസ്പിറ്റലിനെ എന്തിലേക്ക് നയിക്കുന്നു? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിലേക്ക് അല്ലേ? ഹോസ്പിറ്റലിന്റെ തുടർച്ചയായ പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു അല്ലെ? ഇൻവിഗറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെ? വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ? അവരെന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? പുതിയ പുതിയ സർവീസുകൾ അല്ലെ? പുതിയ ട്രീറ്റ്മെന്റുകൾ, പിന്നെ എന്താണ് ഉള്ള സേവനങ്ങളിൽ അവരെന്ത് ചെയ്യും? ഗുണനിലവാരം ഉറപ്പുവരുത്തും അല്ലേ? ആണോ? അല്ലേ? അപ്പൊ അതെന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ തുടർച്ചയായിട്ടുള്ള പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ അതിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ തന്നെ അവർക്ക് എന്ത് കിട്ടില്ല? അക്രഡിറ്റേഷൻ കിട്ടില്ല അല്ലെ? നാബിന്റെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് എന്താണ് അംഗീകാരം ലഭിക്കില്ല. അതുകൊണ്ട് അവർ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? അവരെ തുടർച്ചയായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിക്കുന്നു. ഇൻവിഗറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മ? ക്ലിയർ ആയോ? ടെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇതില the organization demonstrate commitment to quality care and patient safety, thereby guarantee best clinical outcomes. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും കൊടുക്കുന്നത്? പേഷ്യൻസിന് എങ്ങനെയുള്ള കെയറും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്? ക്വാളിറ്റിയുള്ള കെയർ അല്ലെ? ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തും. അപ്പൊ അതെന്ത് കൂട്ടുന്നുണ്ട്? ഔട്ട്കം, ക്ലിനിക്കൽ ഔട്ട്കംസ് വർദ്ധിക്കും അല്ലെ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് ഒരു ക്വാളിറ്റി ഉള്ള കെയർ എന്താണ് ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ അസുഖം മാറും പെട്ടെന്ന് തന്നെ അല്ലെ? നമ്മുടെ അസുഖം മാറും. അപ്പൊ അതെന്താണ്? ആ സുഖം മാറി എന്നുള്ളത് എന്താണ്? ഒരു ക്ലിനിക്കൽ ഔട്ട്കം അല്ലേ? അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാല് അവരതിൽ നിന്ന് റിക്കവർ ചെയ്യാന്നുള്ളത് ഒരു ബെസ്റ്റ് ഔട്ട്കം അല്ലേ? ആണോ? അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ പേഷ്യൻസിന്, ഹോസ്പിറ്റലുകാര് പേഷ്യൻസിന് ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സേഫ്റ്റിയും നൽകുന്നത് കൊണ്ട് അല്ലെ എന്ത് ചെയ്യുന്നു? ഉറപ്പ് നൽകുന്നതിലൂടെ അവർക്ക് എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം, നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുന്നു. ക്ലിയർ ആയത്? It raises community confidence in the services given by the healthcare organization as services provided by credentialed medical staff. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെ? കമ്മ്യൂണിറ്റിയില് ജനങ്ങളായ നമ്മൾക്കിടയിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ?
ആത്മവിശ്വാസം കിട്ടും അല്ലെ. എന്താണ്, ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ആളുകളായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. അതുവഴി നമുക്ക് എന്താണ് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ. അങ്ങനെയുള്ള ഒരു വിശ്വാസം അല്ലെ, ഒരു ആത്മവിശ്വാസം കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്നു. ക്ലിയർ ആയോ? എന്താണ്, ഹോസ്പിറ്റലിലേക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ, അവിടെ അവരെ സേവനം നൽകുന്നതാരാ, യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകളാണ് എന്നുള്ള ഒരു വിശ്വാസം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. Next, it also provides an opportunity to healthcare unit to benchmark with the best. കൂടാതെ എന്തൊന്നും കൂടി കിട്ടുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള സൊസൈറ്റിക്കിടയിൽ ആ ഹോസ്പിറ്റൽ ബെസ്റ്റ് ആണ്, നല്ലതാണ് എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് കിട്ടുന്നു അല്ലെ. ഒരു പൊസിഷൻ, ഒരു അംഗീകാരം കിട്ടുകയല്ലേ. ആണോ? ആണ്. അപ്പൊ എന്താ, ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ആ ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇടയിൽ ഒരു ബെഞ്ച് മാർക്ക് ലഭിക്കുന്നു. അവര് ബെസ്റ്റ് ആണ്, ആ ഹോസ്പിറ്റല് നല്ലതാണ് എന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് ലഭിക്കുന്നു. ഒരു പൊസിഷൻ ആണ് അല്ലെ, ഒരു പൊസിഷൻ ലഭിക്കുന്നു. Next, an accreditation status also provide a marketing advantage in competitive health care. ഒരു മത്സരാധിഷ്ഠിത എന്താണ് ഹെൽത്ത് കെയറില് ഇവർക്കൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ് അല്ലെ. അല്ലെ? അപ്പൊ എന്താണ്, പൊതുവെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു സംസാരം വരും അല്ലെ, ആ ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചതാണ്. അപ്പൊ എന്താണ്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഉള്ള സർവീസുകൾ ലഭിക്കുന്നുള്ള ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടി ലഭിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ താമസിക്കുന്ന ആ ഭാഗത്തെ ഏരിയയിൽ ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്? ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്? ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ, ആ ടൗണില് ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അതിൽ എല്ലാ ഹോസ്പിറ്റലിലേക്കും കിട്ടോ ഈ അംഗീകാരം? സ്മോൾ സൈസിലുണ്ട്, മിഡ് സൈസിലുണ്ട്, ലാർജ് സൈസിൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലേക്കും അംഗീകാരം കിട്ടോ? ഇല്ല. അതിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനൊക്കെ ആയിരിക്കും അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ അത് അവർക്ക് എന്തും കൂടിയാണ്, ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ് അല്ലെ. മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്, അവര് പേഷ്യൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനുള്ള, സ്വീകരിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടിയാണ്. നെക്സ്റ്റ്, the HCO standards having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. ISQUA എന്ന് പറഞ്ഞാല് International Society for Quality in Health Care. International Society for Quality in Health Care. ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് ഹെൽത്ത് കെയർ. HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അംഗീകാരം, അക്രഡിറ്റേഷനും സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നതാണ് ISQUA. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ISQUന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിൽ എന്താണ്, മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു അല്ലെ, പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, വിദേശികള്, പുറം രാജ്യത്ത് നിന്നുള്ള ആളുകൾ ഇവിടെ ട്രീറ്റ്മെന്റിന് വരും അല്ലെ, വരോ? അതെന്താണ്, വിദേശികള് നമ്മുടെ ഇവിടെ നാട്ടിലേക്ക് ട്രീറ്റ്മെന്റിന് വരുന്നത് എന്താണ്, മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ അംഗീകാരം ലഭിച്ച JCI ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലുകളാണ്
ആസ്റ്റർ മെഡ്സിറ്റി ഇല്ലേ, കൊച്ചിയിലെ ആസ്റ്റർ മെഡ്സിറ്റി കേട്ടിട്ടുണ്ടോ? കൊച്ചിയിലെ ആസ്റ്റർ മെഡ്സിറ്റി. അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ ഹോസ്പിറ്റലിലെ പാലക്കാട്. അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ ഹോസ്പിറ്റൽ പാലക്കാട്. പിന്നെ രാജഗിരി ഹോസ്പിറ്റൽ, കൊച്ചിയിലുള്ള രാജഗിരി ഹോസ്പിറ്റൽ. ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലുകളാണ്. അപ്പൊ ആസ്റ്റർ മെഡ്സിറ്റിയിലൊക്കെ ഒരുപാട് വിദേശികൾ ട്രീറ്റ്മെന്റിന് വേണ്ടി വരാറുണ്ട്. ആ കൊച്ചിയിലെ ആ ഭാഗത്തൊക്കെ അവര് വീടൊക്കെ എടുത്ത് കാണിട്ട് താമസിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അതെന്താണ്? ഒരു മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ? വിദേശികളെ നമ്മുടെ നാട്ടിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ആകർഷിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലേ? അപ്പൊ എന്താ, IS ഇന്റർനാഷണൽ ലെവലിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് അംഗീകാരം ലഭിക്കുന്നത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ISQUA അല്ലെ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി in healthcare. Clear ആയോ? മെഡിക്കൽ ടൂറിസം. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. In the end, accreditation provides an objective system of empanelment by insurance and other third parties. JCI പറയാട്ടാ. JCI നെക്സ്റ്റ് ഉണ്ട് മിസ് എടുക്കാട്ടോ. JCI പറഞ്ഞാൽ മതി, JCI എടുക്കാം മിസ്. പിന്നെ കൂടാതെ ഈ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ തേർഡ് പാർട്ടി ഒക്കെ കിട്ടുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും കിട്ടാറുണ്ടോ? നമുക്ക് ക്ലെയിം ഇൻഷുറൻസ് ഒക്കെ, ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടോ? ഇല്ല. എന്താണ്? ആ ഇൻഷുറൻസ് കമ്പനിക്കാര് അല്ലെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും കുറച്ച് ഹോസ്പിറ്റലുകൾ അല്ലെ, അവിടെ മാത്രമല്ലേ നമുക്ക് കിട്ടാറുള്ളൂ ക്ലെയിമും ഇൻഷുറൻസും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസിന്റെ, ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് തേർഡ് പാർട്ടിയിലേക്ക് ലിസ്റ്റിൽ വരാനായിട്ടും ഹോസ്പിറ്റലുകൾക്ക് ഈ അംഗീകാരം അക്രഡിറ്റേഷൻ കിട്ടുന്നത് കാരണമാകുന്നു. ക്ലിയർ ആയോ? ക്യാഷ്ലെസ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാര് സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിൽ പേര് വരാനും ഈ അക്രഡിറ്റേഷൻ കാരണം. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ. ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് എടുത്തോട്ടെ മിസ്. The staff in an accredited hospital is content a lot since it provides for continuous learning, good working environment and leadership. ഇന്ത്യയിലുണ്ട് ഇങ്ങനെ അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് സ്റ്റാഫിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാണല്ലേ, സംതൃപ്തരായിരിക്കും അല്ലെ ആ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന. എന്തുകൊണ്ടൊക്കെയാണ്? അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് കിട്ടാണ് അല്ലെ. ഹോസ്പിറ്റലിൽ എന്താണ് ഓരോ തവണയും മാറ്റങ്ങൾ കൊണ്ടുവരാണ് അല്ലെ, ചേഞ്ചസ് അല്ലെ, എക്യുപ്മെന്റുകളില്, സർവീസുകളില്, ട്രീറ്റ്മെന്റുകളില്, ഫെസിലിറ്റീസിലല്ലേ. അപ്പൊ അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റൂലെ, കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവാനും അവർക്ക് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് അതിനെ കുറിച്ച് പഠിക്കാനും ആയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് എന്താ? ഗുഡ് വർക്കിംഗ്. എംപാനൽമെന്റ് തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യാന്ന് പറയില്ലേ, ലിസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ. നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂസ് ലേണിംഗ്, ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു അല്ലെ. നല്ലൊരു പ്രവർത്തനാന്തരീക്ഷം ഉണ്ടാക്കുന്നില്ലേ സ്റ്റാഫുകൾക്ക്? ക്ലീൻ ആയിട്ടുള്ള, ഹൈജീൻ ആയിട്ടുള്ള, ഗുഡ് ഫെസിലിറ്റീസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അല്ലെ ഒരു നല്ല പ്രവർത്തനാന്തരീക്ഷം, ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു. കൂടാതെ എന്താണ്? അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആണോ? ഓക്കെ.
Next, capabilities and skills of staff also get enhanced in an accredited hospital. Accredited hospital വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ കേപ്പബിലിറ്റീസും സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്താണ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ അല്ലെ, ഓറിയന്റേഷൻ ക്ലാസ്സുകള്, ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കുന്നുണ്ടോ? കൊടുക്കില്ലേ? അപ്പൊ അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കഴിവും അവരുടെ സ്കില്ലും അല്ലെ, എന്താണ് കഴിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നു അല്ലെ. അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കഴിവും അവരുടെ വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്നു. Next, it enhances comprehensive professional development, knowledge and skill in systematic ways with defined ownership and accountability of all the staff that include medical and paramedical staff. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും ഓറിയന്റേഷൻ കൊടുക്കുന്നത്. പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് നൽകില്ലേ? അല്ലേ? കേട്ടോ? അപ്പൊ എന്താണ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, മെഡിക്കൽ ആയിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് അവർക്ക് നിർവചിക്കപ്പെട്ട അവർക്ക് പറഞ്ഞിട്ടുള്ള ഇതുണ്ടാവുമല്ലോ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. ഓരോ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അല്ലെ, കീ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന എന്താണ് ഉത്തരവാദിത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ നോളജ് അല്ലെ, അറിവ്, കൂടാതെ എന്താണ് അവരുടെ സ്കില്ല് ഒക്കെ അവർക്ക് വികസിപ്പിക്കാനായി സാധിക്കുന്നു ഇല്ലേ. പുതിയ കാര്യങ്ങൾ വരുമ്പോ ഹോസ്പിറ്റലിൽ പുതിയ കാര്യങ്ങൾ വരുമ്പോ എന്താണ് അവർക്ക് അതെങ്ങനെ ഉപയോഗിക്കാം അല്ലെ, എങ്ങനെ അത് യൂസ് ചെയ്യാം, അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തപ്പോ അതിൽ മോക്ക് ഡ്രില്ലുകൾ പറഞ്ഞോ, ഓർമ്മയുണ്ടോ? മോക്ക് ഡ്രില്ല് അതെന്താണ്? അവർ ചെയ്തു പഠിക്കുകയാണ് അല്ലേ, അത് ചെയ്തു നോക്കിയല്ലേ, അത് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അവർ എന്ത് ചെയ്യാണ്? അവരുടെ പ്രാക്ടീസ്, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലേ അത്, പ്രൊഫഷണൽ വികസനവും അവരുടെ കഴിവും അവരുടെ അറിവും വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, അക്രഡിറ്റേഷൻ ബോഡീസ്. ഏതൊക്കെ അംഗീകാരം കൊടുക്കുന്ന ബോഡീസ് ഏതെല്ലാമാണ്? ഫസ്റ്റ് നോക്കിയേ, നാബ്. നാബ് എന്ന് പറഞ്ഞാൽ എന്താ? NABH അല്ലെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അംഗീകാരം കൊടുക്കുന്നതാണ് നാബ്. നെക്സ്റ്റ്, NABL. മിസ് NABL എടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? NABL മിസ് സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ എടുത്തപ്പ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാഷണൽ ലെവലില് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തിയതിന് ശേഷം എന്താണ് ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് NABL, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അവിടെ എടുത്തിട്ടുണ്ട്. നാഷണൽ ലെവലില് ലാബുകളുടെ ഫെസിലിറ്റീസ് അതല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസ് ഫങ്ഷൻസിനെ കുറിച്ച് വിലയിരുത്തിയതിനു ശേഷം ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് NABL.
Next, ACHSI, Australian Council on Healthcare Standards International ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നതാണ് ACHSI. അതങ്ങനെ അത്രയും പഠിക്കാനുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടില്ല. ACHSI എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ACHSI. നെക്സ്റ്റ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞില്ല, ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കിട്ടിയതാണ് ആസ്റ്റർ മെഡ്സിറ്റി, അഹല്യ, രാജഗിരി എന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് അംഗീകാരം ലഭിച്ചത് ഈ JCIന്റെ അംഗീകാരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതൊന്നും ക്വസ്റ്റ്യന് വരില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. JCI എന്ന് പറഞ്ഞാൽ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ works to enhance patient safety and quality of health care in the international community by promising education, publication, advisory services and international accreditation and certification. International level എന്താണ് അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷൻ നൽകുക എന്നത് മാത്രമല്ല ഇവരുന്ന് ചെയ്യുന്നത്. എന്താണ്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രസിദ്ധീകരണങ്ങൾ, പബ്ലിക്കേഷൻസ് ഉണ്ട്, അഡ്വൈസറി സർവീസസ് അല്ലെ, എന്താണ് ഉപദേശക സേവനങ്ങളിൽ, കൂടാതെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും വാഗ്ദാനം ചെയ്തുകൊണ്ട്. എങ്ങനെയാണ്? ആർക്കാണ്? നാഷണൽ ലെവലിലുള്ള കമ്മ്യൂണിറ്റിക്കാണോ ഇത്രയും ഈ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്? അല്ല അല്ലെ, എന്താണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കാണ് അല്ലെ, അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്താണ്? പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ആരോഗ്യപരിപാലനത്തിന്റെ നിലവാരവും വർദ്ധിപ്പിക്കുക എന്നതാണ് JCI ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ക്ലിയർ ആയോ? ഒന്നുകൂടെയും പറഞ്ഞുതരാം മിസ്. എന്താണ്? വിദ്യാഭ്യാസം, പബ്ലിക്കേഷൻസ് അല്ലെ, പ്രസിദ്ധീകരണം, ആരോഗ്യ മാസികകളൊക്കെ വായിക്കാറില്ലേ? ആരോഗ്യ മാസികൾ അല്ലെ. അപ്പൊ ഇന്റർനാഷണൽ ലെവലില് ആരോഗ്യ മാസികയൊക്കെ ചെറിയൊരിതാണ്. മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്, ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസ്, പിന്നെ എന്താണ്? ഉപദേശക സർവീസുകൾ അല്ലെ, അഡ്വൈസറി, മെഡിക്കലുമായി ബന്ധപ്പെട്ട ഉപദേശക സേവനങ്ങള്, ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ, അംഗീകാരം, അതിനുവേണ്ട സർട്ടിഫിക്കേഷൻസ് ഒക്കെ വാഗ്ദാനം ചെയ്തു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക്, അന്താരാഷ്ട്ര സമൂഹത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്ത് ലെവലില്? പേഷ്യൻസിന്റെ സേഫ്റ്റിയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ ഗുണനിലവാരവും ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് JCI കാഴ്ചവെക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നമ്മ നാബിന്റെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ? അക്രഡിറ്റേഷൻ കൊടുക്കുന്നു അല്ലെ. പക്ഷെ JCI എങ്ങനെയല്ല, നാബ് ജസ്റ്റ് നാഷണൽ ലെവലിലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. JCI എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കാണ്, ഇന്റർനാഷണൽ ലെവലിലാണ് അംഗീകാരം കൊടുക്കുന്നത്. അത് ജസ്റ്റ് അക്രഡിറ്റേഷൻ, സർട്ടിഫിക്കേഷൻ മാത്രമല്ല ഇവർ നടത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ, അഡ്വൈസറി സർവീസസ്, കൂടാതെ പബ്ലിക്കേഷൻസും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അത് എന്തിന്റെ ബേസിസിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്? പേഷ്യൻസിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഹെൽത്ത് കെയറും മുൻനിർത്തിക്കൊണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? നെക്സ്റ്റ്, JCI is the world's largest healthcare accreditor. JCI എന്ന് പറയുന്നത് വേൾഡിലെ, ലോകത്തെ എന്താണ്? ലാർജസ്റ്റ്, ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് അല്ലെ. എന്താണ്? അന്താരാഷ്ട്ര ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബോർഡാണ്, അക്രഡിറ്റർ ആണ് JCI. Since 1994, each hospital that has tried JCI's gold seal of approval has done also as part of constant performance improvement journey.
അപ്പൊ 1994 JCIയുടെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റൽ എന്താണ്? JCIയുടെ ഗോൾഡ് സ്റ്റീൽ അപ്രൂവൽ കിട്ടാനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. എന്താണ് അവരുടെ ജേർണി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് സ്റ്റീൽ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് റാങ്ക് കിട്ടൂലേ? ഫസ്റ്റ് പൊസിഷൻ, ടോപ്പ് റാങ്ക് എന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള അതാണ് ഗോൾഡ് സീൽ. JCIയുടെ ഒരു ടോപ്പ് റാങ്ക് ആണ് ഗോൾഡ് സീൽ അപ്രൂവൽ. അങ്ങനെയുള്ള ഒരു ഗോൾഡ് സീൽ ഇപ്പൊ ജസ്റ്റ് അവർക്ക് എന്താണ് ആ ഹോസ്പിറ്റലിൽ JC ഇപ്പൊ ആസ്റ്റർ മെഡ്സിറ്റി, അഹല്യ, അവർക്ക് എന്താണ് അപ്രൂവൽ ജസ്റ്റ് അക്രഡിറ്റേഷൻ മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവരുടെ ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയത്? നെക്സ്റ്റ് NAB. NABH എന്താണ്? The NAB standards are modernized every 4 years and now the hospital puts into effect 5th edition standard. NABിലെ എന്താണ് നവീകരിക്കുന്നത്? ഓരോ 4 വർഷം കൂടും ഈ അക്രഡിറ്റേഷൻ പുതുക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പുതുക്കാറില്ലേ? അതിന്റെ ആ വർഷം കഴിയുമ്പോ അല്ലെ? അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കാറുണ്ടോ? എക്സ്പയർ ആവുമ്പോ ഒരു പുതുക്കൂല്ലേ? ഉണ്ടോ? അതേപോലെ എന്താണ് NABിന്റെ അംഗീകാരം കിട്ടിയത് ഓരോ 4 വർഷം കൂടുമ്പോ നമുക്ക് എന്ത് ചെയ്തോണ്ടിരിക്കണം? റിന്യൂ ചെയ്തോണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം, നവീകരിച്ചു കൊണ്ടിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിലവിലുള്ളത് NABിന്റെ 5th എഡിഷൻ ആണ്. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഉള്ള അംഗീകാരം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നിലവാരം എന്ന് പറയുന്നത് NABിന്റെ 5th എഡിഷൻ ആണ്. Next, NAB standards focus on patient safety and quality of the delivery of services by the hospital in changing healthcare environment. NAB, sorry, നമ്മ classification of hospital പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഹോസ്പിറ്റൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്മോൾ സൈസ്ഡ്, മിഡ് സൈസ്ഡ്, ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ പഠിച്ചിട്ടില്ലേ? അവിടുത്തെ എല്ലാവിടത്തെയും എൻവിയോൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി, സോറി അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ സൗകര്യങ്ങൾ എല്ലാം ഒരേപോലെയാണോ? അല്ല അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ അതെന്താ? ഓരോ ഹോസ്പിറ്റലും ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തില്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന്റെ മാറുന്ന ആരോഗ്യ പരിസ്ഥിതിയെ അനുസരിച്ച് എന്താണ് അവിടെയുള്ള ഫെസിലിറ്റീസ് വെച്ചെങ്ങാണ്ട് എന്ത് കൊടുക്കുക പേഷ്യൻസിന്? പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ, ഡെലിവറി ചെയ്യുന്ന അവർക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ എന്താണ്? ഗുണനിലവാരമുള്ളതുമാണെന്ന് എന്നതിലേക്കാണ് NAB ഫോക്കസ് ചെയ്യുന്നത്. NAB ഫോക്കസ് കേന്ദ്രീകരിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ മാറുന്ന ആരോഗ്യ പരിസ്ഥിതിയെ അനുസരിച്ച് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി സർവീസുകൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതുമാണ് NAB ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെയോ? ബാക്കി എല്ലാവർക്കും ഓക്കെ. Next, NAB is governed by an autonomous body established by the Government of India known as QCI, Quality Council of India. QCI, Quality Council of India, which is standard making board in India. എന്താണ്? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ ISO അംഗീകാരം ലഭിച്ചു, അല്ലെങ്കിൽ FCC FSSAയുടെ അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറയാറില്ലേ? അതെന്താണ്? അവർക്ക് ആ ഫുഡിനുള്ള അംഗീകാരം, ഫുഡിന്റെ പ്രോഡക്ട്സിനല്ലേ അംഗീകാരം FSSAയുടെ അംഗീകാരം ലഭിക്കുന്നത്?
അതെനിക്ക് നോക്കിയിട്ടാണ് അവരുടെ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് അല്ലേ? അല്ലേ? സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടല്ലേ? അതേപോലെ എന്താണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCI ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നാബ്. ക്ലിയർ ആയോ? ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ QCIയുടെ അല്ലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ അല്ലെ അടിയിൽ വരുന്ന എന്താണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡി സ്വയം ഒരു ബോർഡാണ് നാബ്. ക്ലിയർ ആയോ? മിസ്സെടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ എന്ന്? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, NABH mainly divides hospital into two main divisions. NABH NAB ഹോസ്പിറ്റലുകളെ മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും രണ്ടായി വിഭജിക്കുന്നുണ്ട്, ഡിവിഷൻ ചെയ്യുന്നുണ്ട്. SHCO എന്ന് പറഞ്ഞാല് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? ഇതാണ് 50 ബെഡിൽ താഴെയുള്ളെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്ത് പറയുന്നു? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ? നെക്സ്റ്റ് HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ് 50ൽ കൂടുതൽ ബെഡ്സുകൾ ഉണ്ടെങ്കിൽ കിടക്കകൾ ഉണ്ടെങ്കിൽ അതിനെ എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കിയേ, NAB standards for hospitals is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration areas. നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചല്ലോ, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് മനഃപ്പിതി തന്നെ പഠിച്ചില്ലേ? അപ്പൊ അതിൽ എന്തുണ്ട്? കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ? അല്ലെ, കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ? അതേപോലെ എന്താണ് നാബ് ഹോസ്പിറ്റലിലെ സെലക്ടഡ് മെമ്പേഴ്സ് അല്ലെ, നാബ് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുകൾ ചെക്ക് ചെയ്യുന്ന വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തി, എസ്റ്റീംഡ് പേഴ്സൺ ബഹുമാന്യരായ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തി കണ്ടിട്ട് എന്തുണ്ട്? ഒരു കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെയാണ് പെടുന്നത്? ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകള്, നഴ്സിംഗ് ഏരിയാസിൽ നിന്ന്, പിന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാബ് ഹോസ്പിറ്റലുകളിലെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നു. The accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. എന്താണ്? ഗവൺമെന്റ് കാലാകാലങ്ങളായി നിർദ്ദേശിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ഗൈഡ് ലൈനും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് അവര് കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഗവൺമെന്റ് കാലാകാലങ്ങളിലായി നിലനിർത്തുന്ന റെഗുലേഷൻസിനെയും മാർഗനിർദ്ദേശങ്ങളെയും നിയന്ത്രണത്തെയും കണക്കിലെടുത്താണ്, കൺസിഡർ ചെയ്തിട്ടാണ് എന്താണ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകള് അവര് നടത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം, ഇന്ന് എടുത്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ISQA എന്ന് പറഞ്ഞാൽ Q കഴിഞ്ഞിട്ട് UA സ്മോൾ ലെറ്റർ തന്നെയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ, ISQUA. HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. NABL എന്ന് പറഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് for testing and calibration laboratories. QCI Quality Council of India. ഇത് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ മിസ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.